ഹായ് ഗൈസ്, ബേസിക് ഇലക്ട്രോണിക് സീരീസിന്റെ 11ാമത്തെ ദിവസത്തിലോട്ട് നമ്മൾ ഇന്ന് കടന്നിരിക്കുകയാണ്. പുതിയതായിട്ട് വീഡിയോ കാണുന്നവരാണെന്ന് പറഞ്ഞുതരാം. നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇലക്ട്രോണിക്സ്, റോബോട്ടിക്സ് പോലുള്ള കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇലക്ട്രോണിക്സ് പ്രോജക്റ്റ് ചെയ്യാൻ പറ്റും, കോഡിങ് ചെയ്യാൻ പറ്റും, സ്വന്തമായിട്ട് റോബോട്ടുകൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതിനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കുന്ന ഒരു ഇലക്ട്രോണിക് സീരീസ് ആണ്, ബേസിക് ഇലക്ട്രോണിക് സീരീസ് ആണ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അതിൽ 11ാമത്തെ ദിവസമാണ് ഇന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ, നിങ്ങളിന്ന് ഫസ്റ്റ് പ്രോജക്റ്റ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് നോ കോഡിങ് എക്സ്പീരിയൻസ്, ഒരു കോഡിങ് എക്സ്പീരിയൻസ് വേണ്ട. പിന്നെ അതേപോലെ ഇലക്ട്രോണിക്സിന്റെ നിങ്ങളൊരു അക്ഷരം പോലും അറിയണമെന്നില്ല. എല്ലാ കാര്യങ്ങളും ഇന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോവാണ്, കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട്. എല്ലാവരും എന്താ പറയാ, എല്ലാവർക്കും പഠിപ്പിക്കുക, എല്ലാവർക്കും ഒരുമിച്ച് വളരുക എന്നുള്ളൊരു ഇതിലാണ് ഉദ്ദേശിക്കുന്നത്. ആ ഇതിലാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. 10ാം ദിവസത്തിൽ വോക്ക്വി പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതൊന്നും കണ്ടിട്ടില്ല എന്നെങ്കിൽ അതൊക്കെ ആദ്യം കണ്ടുകൊണ്ട് വരിക. കാരണം ഇത് ഇന്ന് കണ്ടുകാണ്ട് ഈ വീഡിയോ മാത്രം കണ്ടുപോയാൽ എനിക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ബട്ട് നമ്മൾ ഫസ്റ്റ് മുതൽ തന്നെ ഒരു ഏണി വെച്ച പോലെയാണ്. നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് ആദ്യം കയറുക, പിന്നെ മെല്ലെ 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 നമ്മുടെ കൂടെ വരാൻ പറ്റും. അപ്പോൾ അതിന്റെ പ്ലേ ലിസ്റ്റിന്റെ ലിങ്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഈ ഒരു കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് ഒരാൾ കമന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഏറ്റവും ലൈക്ക് കിട്ടിയ പുള്ളിയുടെ എന്താ പറയാ അക്കൗണ്ടിനെ അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യുക. ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്താൽ ആൾക്ക് നമ്മുടെ പെയ്ഡ് കമ്മ്യൂണിറ്റിയിലോട്ട് ജോയിൻ ചെയ്യാനുള്ള കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ ആൾ എന്തെങ്കിലും മെസ്സേജ് ചെയ്യുക, ഞാൻ ആളുടെ അക്കൗണ്ട് ഇത് ഇവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾക്ക് ഇതേപോലെ നമുക്കൊരു പെയ്ഡ് കമ്മ്യൂണിറ്റി ഉണ്ട്, ഫ്രീ ആയിട്ട് ഇതൊക്കെ പഠിക്കാൻ പറ്റും. വാട്സ്ആപ്പ് ഗ്രൂപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ അതിൽ പുതിയ പുതിയ ടെക് കാര്യങ്ങൾ, പുതിയ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളൊക്കെ അതിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാനും സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഉള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലോട്ടുള്ള ആക്സസ് ആണ്. നമുക്ക് ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം, ലൈക്ക് ചെയ്യുക, ജസ്റ്റ് ഒരു കമന്റ് ഇടുക. ആ കമന്റിൽ ആർക്കാണോ കൂടുതൽ ലൈക്ക് കിട്ടുന്നത് അവർക്ക് അത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ആക്സസ് കിട്ടുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിലുണ്ട്, ആർക്കും കമന്റ് ഇടുക, വിജയിക്കാം, അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഫസ്റ്റ് ഇത് പ്രൊജക്റ്റ് ചെയ്യാൻ പോവുകയാണ്. അതിൽ വോക്ക്വി പ്ലാറ്റ്ഫോം എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ചെയ്ത് നോക്കുന്നത്. ഒത്തിരി പ്ലാറ്റ്ഫോം ഉണ്ട്, അതിൽ നമ്മൾ സെലക്ട് ചെയ്തത് വോക്ക്വി എന്നുള്ള ഈ പ്ലാറ്റ്ഫോമാണ്. ആദ്യം ആർഡിനോ ആണ് നമ്മൾ ചെയ്തു വരുന്നത്, പിന്നെ ESP32, പിന്നെ അങ്ങനെയുള്ള എന്താ പറയുക റാസ്ബെറിയിലൂടെയൊക്കെ നമുക്ക് വരാം. ആദ്യം ആർഡിനോയിലോട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ പ്ലാറ്റ്ഫോം ഇതാണ്. പിന്നെ അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഇത് പ്രൊജക്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ എങ്ങനെ ഒരു കോഡ് ചെയ്യണം, പിന്നെ അതേപോലെ എങ്ങനെ നിങ്ങൾക്ക് ഇതൊക്കെ ഉപയോഗിക്കാം. കോഡിങ് എക്സ്പീരിയൻസ് വേണമെന്നില്ല, കമ്പോണൻസ് കയ്യിൽ വേണമെന്നില്ല, ഒന്നും വേണ്ട. അവർക്കൊക്കെ ഇത് വന്ന് പഠിക്കാൻ പറ്റും. അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളിതൊന്നും കുറച്ച് സമയം ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് കവർ ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ കോഡൊക്കെ ഉണ്ട്, ആ കോഡൊക്കെ ഒഴിവാക്കാം കേട്ടോ. കാരണം നമ്മൾ ഇന്ന് ഫ്രഷ് ആയിട്ട് പഠിക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ ഒന്നും വേണ്ട, ഇവിടെയുള്ള ഒന്നും വേണ്ട. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഒരു ആർഡിനോ അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ആർഡിനോ യൂനോ ബോർഡാണ് അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് പ്രൊജക്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഒരു ആർഡിനോ യൂനോ ബോർഡിനെ അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇന്നലത്തെ വീഡിയോ മസ്റ്റ് ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ. കാണാതെ വെറുതെ കണ്ട് ഒന്നും ഒരു ഐഡിയ കിട്ടൂല, അത് വേറെ കാര്യം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കമ്പൗണ്ട്സ് ആദ്യം എടുക്കാം. ഈ പ്ലാറ്റ്ഫോമിന് പ്രത്യേകത വെച്ചാൽ നിങ്ങൾ കമ്പൗണ്ട്സ് ഒക്കെ വിർച്വലായിട്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. ഒരു ബ്രെഡ് ബോർഡ് എടുക്കുകയാണ്. ഓക്കെ, ഇതിന്റെ പേരാണ് ബ്രെഡ് ബോർഡ്. നമുക്ക് എന്താ പറയുക, ഇലക്ട്രോണിക് എന്താ പറയുക കമ്പൗണ്ട്സ് ഒക്കെ നമുക്കിത് വെച്ചുകൊണ്ട് അതിന്മേൽ കണക്ട് ചെയ്തുകൊണ്ട് സർക്യൂട്ട് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഈ ബ്രെഡ് ബോർഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹാഫ് ബോർഡ് മിനി മതി നമുക്ക്. ഓക്കെ, ഒരു മിനി ബ്രെഡ് ബോർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മൾ ഫസ്റ്റ് പ്രോജക്റ്റ് അവിടെ ചെയ്യണം. ഫസ്റ്റ് പ്രോജക്റ്റ് നമുക്ക് വലിയ രീതിയിൽ നമ്മൾ ആദ്യം തന്നെ റോബോട്ട് ഉണ്ടാക്കാൻ പോകുമ്പോൾ റോബോട്ടിന്റെ തലയും കയ്യൊന്നുമല്ല ആദ്യം ഉണ്ടാക്കുക. ആദ്യം ഇതിന്റെ വർക്കിംഗ് ഒക്കെ ആദ്യം പഠിക്കുക. അപ്പോൾ അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഒരു LED ബ്ലിങ്ക് ചെയ്യുന്ന കാര്യം. അപ്പോൾ ആർഡിനോ തുടങ്ങുന്നത് എന്താ വെച്ചാൽ, ആർഡിനോ കംപ്ലീറ്റ്ലി ബിഗിനേഴ്സിന് വേണ്ടിയുള്ള ഒരു ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് തൊട്ടുകാണ് തുടങ്ങാം. പിന്നെ എന്ത് ചെയ്യുക, സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാം. അതൊക്കെ നിങ്ങൾ നമ്മുടെ കൂടെ എത്തുന്നതിനനുസരിച്ച് ഉണ്ടാവും. നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്, നിങ്ങൾ കണ്ടാൽ മതി, അത്രേ ഉള്ളൂ. അപ്പോൾ എന്താ ചെയ്യുക, ഒരു ബ്രെഡ് ബോർഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, LED വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കോഡിങ് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും ഈ ഒരു സ്ക്രീന്. അപ്പോൾ ഈ ഭാഗം നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇനിയുള്ള കോഡിംഗ് ഒക്കെ നമ്മൾ പഠിക്കാൻ പോകണം, കോഡ് ചെയ്യാൻ പോവുകയാണ്. ഇതുവരെ കോഡിങ് എക്സ്പീരിയൻസ് വേണോ ഒന്നും ഒരു ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊക്കെ കണ്ട് ശ്രദ്ധിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. വോയിഡ് സെറ്റപ്പ് എന്നുള്ളൊരു സംഭവമുണ്ട്. പിന്നെ അതേപോലെ തന്നെ വോയിഡ് ലൂപ്പ് എന്നുള്ളൊരു സംഭവമുണ്ട്. ഇത് കണ്ടുകാണ്ട് ഇനി പേടിക്കാൻ നിൽക്കണ്ട, കാര്യം പറഞ്ഞുതരാം. അതായത് കോഡിങ് ചെയ്യുന്നതിന് മുന്നേ ആദ്യം ഈ രണ്ട് സംഭവം നിങ്ങൾ ആദ്യം കോഡിൽ എഴുതി വെക്കണം. അപ്പൊ ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ ആദ്യം ഇപ്പം എന്ത് ചെയ്തു, ഇവിടെ കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോ ഈ കോഡിൽ നമ്മൾ ഇനി ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പൊ എങ്ങനെ കോഡ് ചെയ്യും,
എന്ത് പ്രോജക്റ്റ് നമ്മൾ ആദ്യം ചെയ്യുന്നത്, അതല്ല നിങ്ങളുടെ സംശയം പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്നത് വെച്ചാൽ ഈ ഒരു LED നമ്മൾ LED കൺട്രോൾ ചെയ്യാൻ പോവാണ്. എന്ത് LED കൺട്രോൾ ചെയ്യണം. നമ്മൾ സാധാരണ ഒരു LED ഒക്കെ ബാറ്ററി കണക്ട് ചെയ്താൽ എന്താ ഉണ്ടാവുക, ആ LED കത്തും. പിന്നെ എപ്പോഴാണോ നമ്മൾ ഇത് ബട്ടൺ ഓഫ് ആക്കുന്നത് അപ്പോൾ LED ഓഫ് ആവും അല്ലേ. ഇത് നമ്മൾ LED കൺട്രോൾ ആയി. ഫോർ എക്സാമ്പിൾ നമുക്ക് LED ബ്ലിങ്ക് ചെയ്യാൻ പറ്റും, എത്ര സമയം വേണമെങ്കിൽ ബ്ലിങ്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അങ്ങനെയുള്ള കാലത്ത് ഫസ്റ്റ് പ്രോജക്റ്റ് നമ്മൾ ഇന്ന് ചെയ്താക്കാൻ പോവാണ് 11ാമത്തെ ദിവസത്തിൽ ബേസിക് ഇലക്ട്രോണിക്സിന്റെ 11ാമത്തെ സീരീസിൽ ഡേയിൽ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, കോഡ് ചെയ്തു ഇവിടെ. ഇനി നമ്മൾ കൊടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം LED ഒരു ആർഡിനോട്ട് ഒരു പിന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് നമ്മൾ ആർഡിനോ ബോർഡാണ്. ഞാൻ ആ പിന്നോട്ട്സ് ഒക്കെ ഇന്നലെ പറഞ്ഞിട്ട് നിങ്ങൾ അതൊന്ന് കാണാതെ വരല്ലേ, ഇനി അതൊന്ന് സംശയമായിട്ട് കമന്റ് ഇടരുത്. നമുക്ക് ആദ്യം ആർഡിനോക്ക് പിൻ മോഡ് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഈ LED പിന്ന് നമുക്ക് ആർഡിനോക്ക് പറഞ്ഞു കൊടുക്കണം, എടാ മോനെ ഇതിലോട്ടൊരു പിന്ന് കണക്ട് ചെയ്യാണ്. അപ്പൊ ഏത് പിന്നാണ് എന്നുള്ള ആർഡിനോക്ക് ബുദ്ധിയില്ല, ആർഡിനോക്ക് പറഞ്ഞു കൊടുക്കണം. ഏത് പിന്നോട്ടാണെന്ന് ആർഡിനോക്ക് എന്താ പറയുക പറഞ്ഞു കൊടുത്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പൊ നമ്മൾ ആർഡിനോക്ക് പറഞ്ഞു കൊടുക്കുകയാണ് 13ാമത്തെ പിന്നിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു LED കണക്ട് ചെയ്യുന്നുണ്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ അതിനാണ് ഈ പിൻ മോഡ് എന്നുള്ള സംഭവം ചെയ്തത് കേട്ടോ. അപ്പൊ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു 13 നിട്ടു. ഓക്കെ, 13 നിട്ടിട്ടുണ്ട്. ഇനി ഞാൻ മറ്റേ സ്വിച്ചിന്റെ കാര്യം പറഞ്ഞ സമയത്ത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഔട്ട്പുട്ട് ഇൻപുട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, കറക്റ്റ് ഓർമ്മയില്ല. 13ാമത്തെ പിന്നെ ഔട്ട്പുട്ട് ആണ് സെറ്റ്. ഔട്ട്പുട്ട് എന്താ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. സാധാരണ ഒരു സാധനത്ത് നിന്ന് പവർ പുറത്തോട്ട് കിട്ടുന്നതിനാണ് ഈ ഔട്ട്പുട്ട് എന്ന് പറയാം. പിന്നെ അതേപോലെ കൊടുക്കുന്നതിനാണ് ഇൻപുട്ട് എന്ന് പറയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, പിൻ മോഡ് എന്ന് കൊടുത്തുകൊണ്ട് 13 ഇട്ടുകാണ്ട് ഔട്ട്പുട്ട് എന്ന് കൊടുത്തു. പിന്നെ എന്ത് ചെയ്യാണ്, നമുക്കിനി ഇത് ആർഡിനോക്ക് പറഞ്ഞു കൊടുത്തു 13ാമത്തെ പിന്നാണെന്ന് പറഞ്ഞെടുത്തു. ഇനി നമുക്ക് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇത് വർക്ക് ചെയ്യിപ്പിക്കണം. അപ്പൊ അതിനുള്ളൊരു കമാൻഡാണ് ഡിജിറ്റൽ റൈറ്റ്. ഓക്കെ, വളരെ സിമ്പിൾ ആയുള്ള കാര്യമാണ്. അതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടുകാണ്ട് എന്താണെന്ന് സംശയം ചോദിക്കരുത്. സംശയം ഉണ്ടെങ്കിൽ തന്നെ എന്താ കമന്റ് ബോക്സിൽ കമന്റ് ഇടുക, അത്രേ ഉള്ളൂ. പിന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് നോക്കും. നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഭാഗത്തുള്ള സപ്പോർട്ട് ഉണ്ടായി മാത്രമേ നമുക്ക് മുന്നേറാൻ പറ്റുള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാണ്, നിങ്ങൾ പഠിക്കുക, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വളരാം. അതാണ് നമ്മൾ യൂട്യൂബ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഡിജിറ്റൽ റൈറ്റ് എന്ത് ചെയ്യുക, നമുക്ക് എന്ത് ചെയ്യുക, ഇപ്പം നമ്മൾ ഫസ്റ്റ് കൊടുത്തത് എന്താ വെച്ചാൽ ഇത് വർക്ക് ചെയ്യിപ്പിക്കാനുള്ള ആർഡിനോക്ക് പറഞ്ഞു കൊടുത്തു. അവിടെ ആർഡിനോ ഇത് 13ാമത്തെ പിന്നോട്ട് ഒരു സംഭവം കണക്ട് ചെയ്തോണം. ആ കണക്ട് ചെയ്യാൻ പോകുന്ന നമ്മൾ LED ബൾബാട്ടോ. അത് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം. ഡിജിറ്റൽ റൈറ്റ് 13 കൊടുത്തു. ഇനി വേറെ കാര്യം പറഞ്ഞിരുന്നു, അത് ഹൈ എന്ന് പറഞ്ഞാൽ ഓൺ ആയിരിക്കുന്ന അവസ്ഥ ആണെന്ന് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഹൈ എന്ന് പറഞ്ഞാൽ ഓൺ ആയിരിക്കും. ഇനി എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ ഓൺ ആക്കി, LED ബൾബ് ഓൺ ആക്കി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, LED ബൾബ് നമുക്ക് കൺട്രോൾ ചെയ്യണമല്ലോ. കൺട്രോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക വെച്ചാൽ അതിന്റെ സമയത്താണ് നമ്മൾ കൺട്രോൾ ചെയ്യുക. LED ഇങ്ങനെ ഓൺ ആയിരിക്കുമ്പോൾ ഒരു എന്താ പറയുക ഫിക്സ്ഡ് ടൈം ആയിരിക്കും. ഈ സമയത്ത് കൺട്രോൾ ചെയ്ത് നമുക്ക് LED ബ്ലിങ്ക് ചെയ്യിപ്പിക്കാനൊക്കെ പറ്റും. അപ്പോൾ അതിനുള്ളൊരു കമാൻഡാണ് ഡിലേ എന്നുള്ള കമാൻഡ്. അപ്പോൾ അതിന് നമുക്ക് എന്താ, ഡിലേന്റെ അകത്ത് സാധാരണ സമയമാണ് കൊടുക്കുക. സമയം എത്ര, ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 സെക്കൻഡാണ്. അല്ല അങ്ങനെയല്ലല്ലോ അടിച്ചനെ. ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1000 എന്നാണ് കൊടുക്കുക, മില്ലി സെക്കൻഡിലാണ് കൊടുക്കുക. ഓക്കെ, ഡിലേന്റെ അകത്ത് നമ്മൾ 1000 എന്ന് കൊടുത്തു. അപ്പോൾ അതായത് ഒരു സെക്കൻഡ് നമ്മൾ എന്ത് ചെയ്യും, LED ഓൺ ആയിരിക്കും. ഇനി എന്ത് ചെയ്യുന്നത്, ഡിജിറ്റൽ റൈറ്റ് ഇപ്പോൾ എന്തായത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത് ഓൺ ആക്കി, നമ്മൾ ഹൈ കൊടുത്തു. പിന്നെ ഡിലേന്റെ അകത്ത് ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു LED. പിന്നെ അതെന്ത് ചെയ്യാണ്, ഇത് ഓഫ് ആക്കുകയാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം, നിങ്ങളത് ജസ്റ്റ് കണ്ടുപോവുക. അതായത് സിമ്പിൾ അല്ല കാര്യം. ആദ്യം നമ്മൾ ബോർഡ് സെറ്റപ്പ്, ബോർഡ് ലൂപ്പ് എന്നുള്ള സംഭവം കൊടുത്തോളൂ. എന്നിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്തു, ആർഡിനോക്ക് പറഞ്ഞു കൊടുത്തു. ആർഡിനോ വിട്ട ഇതിൻ്റെ അകത്ത് 13ാമത്തെ പിന്നിലോട്ട് ഒരു സംഭവം കണക്ട് ചെയ്യുന്നുണ്ട്. ആ കണക്ട് ചെയ്യുന്നത് എന്താണ്, ഔട്ട്പുട്ടാണ്. ഇതിലോട്ട് പവർ കൊടുക്കണം, എന്നാലും അത് വർക്ക് ആവുള്ളൂ കേട്ടോ. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു, ഓക്കെ. ഈ ബോർഡ് ലൂപ്പ് എന്താണെന്നുള്ളതിലോട്ട് നമ്മൾ വേറെ കമാൻഡ് ചെയ്തിട്ടുണ്ട്, കുറച്ച് കമന്റ് ചെയ്തിട്ടുണ്ട്, അല്ല കോഡ് ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ പറഞ്ഞുതരാണെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ റൈറ്റ് 13 ഹൈ കൊടുത്തത്. ഡിജിറ്റൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സംഭവം ഓൺ ആക്കാനുള്ള കമാൻഡ് ആണെന്ന് എഴുതി വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ടും പെന്നൊക്കെ എടുത്തുകൊണ്ട് എഴുതി വെക്കാം. പിന്നെ 13ാമത്തെ പിന്നാണെന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഈ വേരിയബിൾ എന്താണെന്നൊക്കെ പറഞ്ഞിരുന്നത് അത് നിങ്ങളിപ്പോൾ ഒന്നും നോക്കണ്ട, നിങ്ങൾ ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് ചെറിയ ഐഡിയ ഉണ്ടാക്കി വെക്കുക. പിന്നെ നമുക്ക് ഓരോന്നായിട്ട് സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് വരാം. അപ്പോൾ ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ആയിരിക്കണം എന്ന് പറഞ്ഞു കൊടുത്തു. ഡിലേന്റെ അകത്ത് എന്താണ്, സമയമാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ 1000 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ഓൺ ആയിരിക്കും. ഡിജിറ്റൽ റൈറ്റ് 13 ലോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ, 13ാമത്തെ പിന്ന് ഓഫ് ആയിരിക്കണം. എന്നിട്ട് അതിനെന്ത് ചെയ്യുക, വെറുതെ ഓഫ് ആയ പോരല്ലോ, ജസ്റ്റ് സമയം കൊടുക്കാം. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യുക, ഡിലേ എന്ന് കൊടുക്കാം. അപ്പോൾ ഡിലേ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ഡിലേന്റെ അകത്ത് എത്ര സമയമാണ് ഇത് ഓഫ് ആയിരിക്കേണ്ടത് എന്നുള്ളത് കമന്റ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ കോഡ് ഇവിടെ കേട്ടോ, ഈ കോഡ് ഇവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലോട്ട് വരാം. ഇവിടെ ഇത് കണ്ടോ, ഇത് എന്തിനായിട്ടെന്ന് അറിയോ, നമ്മൾ എന്ത് കോഡ് ചെയ്ത് കഴിഞ്ഞാലും പിന്നെ ഇത് ക്ലോസ് ചെയ്യണം. ഇതിനെന്തോ ഒരു പേരുണ്ട്, അതൊക്കെ പിന്നെ വരാം, പേരെന്താന്നുള്ളൊക്കെ വരാം. ഓക്കെ,
ഇനി നമുക്ക് ചെയ്യാനുള്ളത് വെച്ചാൽ ഈ സർക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ബ്രെഡ് ബോർഡ് എടുത്ത്, ഈ ബ്രെഡ് ബോർഡ് എന്താക്കാൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പം എന്ത് ചെയ്യുക, ബ്രെഡ് ബോർഡിൻ്റെ 13ാമത്തെ പിന്ന് ഇതാണ് LED പോസിറ്റീവ്, എയും ഉണ്ട് സിയും ഉണ്ട്. ഓക്കെ, ഈ നേരെയുള്ള ലെഗാണ് പോസിറ്റീവ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതുകൊണ്ട് 13ാമത്തെ പിന്നല്ല നമ്മളിവിടെ കൊടുത്ത് കോഡ് ചെയ്തപ്പോൾ ഈ 13ാമത്തെ പിന്ന് നേരെ പിടിച്ചാണ് എന്ത് ചെയ്യാം, ഇവിടെ വെച്ചുകൊണ്ട് 13ാമത്തെ പിന്നോട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ അത് നമ്മൾ 13ാമത്തെ പിന്ന് സെറ്റ് ചെയ്തു. ഇനി കളർ മാറ്റാൻ പഠിച്ചാൽ പറ്റൂല, മാറ്റാൻ്റെ ഉണ്ട്. കളർ റെഡ് കളർ കൊടുത്തു അല്ലേ. നമ്മൾ സാധാരണ പോസിറ്റീവിന് എന്ത് ചെയ്യും, നമ്മൾ റെഡ് കളർ കൊടുക്കും, നെഗറ്റീവിന് നമ്മൾ എന്ത് ചെയ്യും, ബ്ലാക്ക് കൊടുക്കും. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ കൊടുത്തു. ഈ ഗ്രീൻ നമുക്ക് മാറ്റിയാണ് എന്ത് ചെയ്യുക, ബ്ലാക്ക് ആക്കാം. ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം. ഇതൊക്കെ കണ്ടുകാണ്ട് മനസ്സിലായി എന്നല്ല, ചെയ്ത് നോക്കണം, എന്നാലും മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ കോഡ് ഇനി ഇതൊന്ന് അപ്ലോഡ് ചെയ്ത് കൊടുത്ത് നോക്കാം. സ്റ്റാർട്ട് സിമുലേഷൻ കൊടുത്ത് നോക്കാം, വർക്ക് ആവുന്നുണ്ടാക്കും. അപ്പോൾ നമ്മൾ എന്ത് കോഡ് ചെയ്തു, ഇതാണ് കോഡ്. പിന്നെ അതേപോലെ ബ്രെഡ് ബോർഡ് കൊടുത്തു, നോക്കി നോക്കാം എന്ത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. ഓക്കെ, ഇപ്പം എന്താ, ഓക്കെ ഇത് വർക്ക് ആവുന്നുണ്ട്. പക്ഷെ LED മാറ്റുന്നുണ്ട്. ഇവിടെ കണ്ടോ, ഈ LED കണ്ടോ, ആർഡിനോമത്തെ LED എന്താ ചെയ്യുന്നുണ്ട്, ബ്ലിങ്ക് ആവുന്നുണ്ട്. അപ്പൊ എന്താണ്, നമ്മുടെ LED വർക്ക് ആവുന്നില്ല. അതെന്ത് പറ്റി, നമ്മുടെ LED പോസിറ്റീവ് നെഗറ്റീവ് മാറിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ആശാനെ ചെറിയ സ്പാൻഡർ എടുക്കും, നമുക്ക് എന്ത് ചെയ്യാം, ഈ പോസിറ്റീവ് നെഗറ്റീവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതാണ് തോന്നുന്നു. ഇത് ഓഫ് ആവാത്ത. ഓക്കെ, നമ്മൾ ഇത് മാറ്റുക, ഇതും മാറ്റുക. ഇത് മാറ്റിയാണ്ട് ഇവനെ പിടിച്ചാണ് എന്ത് ചെയ്യുക, പോസിറ്റീവിലോട്ട് കൊണ്ടുവരാം. 13ാമത്തെ പിന്നാണ് പോസിറ്റീവ്, 13ാമത്തെ പിന്നോട്ട് കൊടുത്തു. ഓക്കെ, അതിനെന്താ ചെയ്യുക, റെഡ് കൊടുത്തു. പിന്നെ ബ്ലാക്ക്, ഇവനെ പിടിച്ചാണ് എന്ത് ചെയ്യുക, നേരെ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ആർഡിനോയുടെ പിന്നൗട്ട്സിനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പ്ലേലിസ്റ്റ് ഫുള്ള് കാണണം, അല്ലാതെ ഈ വീഡിയോ മാത്രം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ എന്ത് ചെയ്യുക, അത് നെഗറ്റീവ് കൊടുത്തു. ഇനി ഇത് വർക്ക് ചെയ്ത് നോക്കാം. കണ്ടാ, നമ്മൾ LED എത്തിനാണ്ടാ രണ്ടാ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോഡ് ചെയ്തു ഗൈസ്, ഇത്രേ ഉള്ളൂ. നിങ്ങൾക്കും കോഡ് ചെയ്യാൻ പറ്റും, വളരെ സിമ്പിൾ കാര്യം. ഫസ്റ്റത്തെ കോഡ് LED ബ്ലിങ്ക് ചെയ്യുന്ന കോഡാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ആസ് എ ബിഗിനറിന് നോക്കുമ്പോൾ ഇതൊക്കെ മതി. പിന്നെ നമുക്ക് അറിയാമല്ലോ, ആദ്യം നിങ്ങളൊരു സ്റ്റെപ്പ് വെക്കി, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മെല്ലെ കയറി പോവാം. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ പറയാണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, പുതിയ ആൾക്കാർക്ക് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ കവർ ചെയ്യുന്നത് കോഡിങ് പഠിക്കാം, റോബോട്ട് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യാം, പുതിയ കാര്യങ്ങളായിട്ട് എക്സ്പ്ലോർ ചെയ്യാം. അതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് വളരുക എന്നുള്ളൊരു ഉദ്ദേശമാണ്. ആദ്യം നമ്മളൊരു കോട്ടം എന്താ വെച്ചാൽ, തിങ്ക് ചെയ്യുക, പിന്നെ ലേൺ ചെയ്യുക, പിന്നെ ഗ്രോ ചെയ്യുക. ആദ്യം നിങ്ങൾ ചിന്തിക്കുക, പുതിയ ഇന്നോവേഷൻ ഐഡിയാസ് ഒക്കെ ആയിട്ട് തിങ്ക് ചെയ്ത് പോവുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ലേൺ ചെയ്യുക, അതെങ്ങനെ ബിൽഡ് ചെയ്യാന്നുള്ളതായിട്ട് ഐഡിയാസ് ആയിട്ട് വരും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ സെറ്റായിട്ട് ഒരുമിച്ച് ഗ്രോ ചെയ്യാനും പറ്റും, വളരാനും പറ്റും. അപ്പോൾ അതാണ് നമ്മളൊരു ഇത്. അപ്പോൾ നിങ്ങൾ അതേപോലെയൊക്കെ പഠിച്ച് സെറ്റാക്കിയിട്ട് വരിക. എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ അപ്ലോഡ് ചെയ്യും. പിന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അത്രയൊക്കെ തന്നെ. അപ്പോഴാണ് നമ്മളെല്ലാവരും വളരുന്നത്. അല്ലാതെ ഒത്തിരി നമ്മളെല്ലാവരും വളരുമ്പോഴാണ് ഒത്തിരി കാര്യങ്ങളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഫസ്റ്റത്തെ പ്രോജക്റ്റ് നിങ്ങൾ ചെയ്തു. പിന്നെ അതേപോലെ തന്നെ ഈ വീഡിയോയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്തിട്ട് ആ കമൻറ്റ് ആർക്കാണോ കൂടുതൽ ലൈക്ക് കിട്ടുന്നത് അവർക്ക് നമ്മുടെ പെയ്ഡ് കമ്മ്യൂണിറ്റിയിലോട്ട് ആക്സസ് ഉണ്ടാവും. പെയ്ഡ് കമ്മ്യൂണിറ്റി ഡിസ്കസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഇന്നോവേഷൻസ് പുതിയ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന ആളുകളുടെ ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കും. അവരായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റും, പുതിയ ഐഡിയാസ് ചെയ്യുന്ന ആൾക്കാരെ കണക്ട് ചെയ്യാൻ പറ്റും, ഓപ്പർച്യൂണിറ്റീസ് ഒത്തിരി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ടൊക്കെ എവിടെയൊക്കെ എത്തണം എന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒത്തിരി ഉപകാരപ്പെടും. അങ്ങനെയുള്ളവർക്ക് ഉപകാരപ്പെടും, അല്ലാത്തവർക്ക് ഇതൊക്കെ ഒക്കെ ഒരു കഥയാണ്, ഒരു ഇതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ സെറ്റ് ആക്കാം. അപ്പോൾ 11ാമത്തെ ദിവസത്തിൽ ബേസിക് ഇലക്ട്രോണിക് സീരീസിന്റെ 13ാമത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യണം, ഇന്നത്തെ ദിവസത്തോട് കൂടി കഴിയുകയാണ്. ഫസ്റ്റ് പ്രോജക്റ്റ് നമ്മൾ ചെയ്തു. അപ്പോൾ അടുത്ത ദിവസത്തിൽ കാണാം. ഗുഡ് ബൈ, സീ യു.